ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബോഗൻവില്ല നഴ്സറിയിൽ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പേര് നമ്മുടെ ബംഗാളിൽ നിന്ന് എങ്ങനെയാണ് ബോഗൻവില്ല കളക്ട് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാൻ നമ്മൾ സമയമൊന്നും കളയുന്നില്ല. നമ്മൾ 10 ബോഗൻവില്ല വെറൈറ്റികളാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നഴ്സറിയുടെ പേരൊന്നും ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല, കാരണം അതിൻ്റെ കണ്ടീഷൻ ഈ അവസ്ഥയിലായിരുന്നു കിട്ടിയപ്പോൾ. 7ാമത്തെ ദിവസമാണ് നമുക്ക് ഈ പ്ലാന്റ് കിട്ടിയത്. ഇതിൽ ഒരു 2 പ്ലാന്റിന് മാത്രമേ ഇലകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സത്യം. മാത്രമല്ല അതിൻ്റെ സ്റ്റെമ്മ് ഒരു സബ്സ്റ്റൻസിലാണ് അത് പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആട്ടം ഉണ്ടായിരുന്നു. ആ ക്ലേന്ന് ഈ സ്റ്റെമ്മ് ഇളകി പോകുന്നുണ്ടായിരുന്നു. വേരുകൾ വ്യക്തമായിട്ടൊന്നും പുറത്ത് കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ നാട്ടിലിപ്പോൾ ബോഗൻവില്ല ഒരുപാട് റേറ്റിനാണ് ആളുകൾ വിൽക്കുന്നത്. ഇപ്പോൾ ഈ സാധനം ഞാൻ 10 എണ്ണം വാങ്ങിയത് 1300 രൂപ സംതിങ്ങിനാണ്. നേരെ മറിച്ച് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് കേട്ടോ. നേരെ മറിച്ച് നമ്മൾ ഇതേ 10 വെറൈറ്റി ഈ സെയിം സൈസൊക്കെ തന്നെയാണ് നാട്ടിൽ കിട്ടുന്നത്. അതൊരു 8 ഇഞ്ച് പോട്ടിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഒരുപാട് സൈസായിട്ട് തോന്നും. പക്ഷേ ഏകദേശം ഈ സൈസൊക്കെ തന്നെയാണ് ഒരു പോട്ടിൽ വയ്ക്കുന്നത്. പിന്നെ ടോപ്പൊന്ന് അവർ ട്രിം ചെയ്തിട്ട് ഒരു 2-3 ബ്രാഞ്ചസ് ആയിട്ട് കാണിച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അങ്ങനെ 400-500 രൂപയൊക്കെയാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയും പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 4 ഇരട്ടി വില നമുക്ക് നാട്ടിൽ കൊടുക്കേണ്ട വരും. പക്ഷേ നമുക്ക് അതിൻ്റെ പ്രശ്നം വരുന്നത് അതിൻ്റെ ഷിപ്പിങ്ങിലും പിന്നെ അത് പോട്ട് ചെയ്യുന്ന രീതിയിലുമാണ്. നമ്മൾ സെല്ലറെ അറിയിച്ചപ്പോൾ ഇതിനകത്ത് 2 പ്ലാന്റിന് മാത്രമേ ഇലയുള്ളൂ, നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സെല്ലറെ അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്ന് നമ്മളിത് പോട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മളൊരു ICU മെത്തേഡ് പോലെ കീപ്പ് ചെയ്യാനാണ്. അതായത് നമ്മൾ വാങ്ങിയ പ്ലാന്റ് നമ്മൾ വീണ്ടും പുതിയൊരു നഴ്സറിയിൽ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ വീണ്ടും അതിനെ പരിചരിച്ച് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ ഓൺലൈനിൽ വാങ്ങുന്നതിൽ ഉണ്ട്. നഴ്സറി വാങ്ങുന്നത് എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് സാധാരണയായിട്ട് അതിനകത്ത് ഷിപ്പിംഗ് ചാർജ് കൂടുതലായിട്ട് വരും. നമുക്ക് ഈ 8 ഇഞ്ച് 10 ഇഞ്ച് പോട്ടൊക്കെ നമുക്ക് ഷിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് പൈസ വരുന്നതായിട്ട് കാണാം. നമ്മൾ സാധാരണ പെറ്റ് സർവീസിലൂടെയാണ് ഇത് അയക്കുന്നത്. ഒരു ബോക്സിന് 300 രൂപ 350 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ DTDC വഴി അത് അയക്കുക പ്രായോഗികമല്ല. പിന്നെ അപ്രൂവ് ചെയ്തിട്ട് ഇതുപോലെ വലിയ കവറിലാക്കിയിട്ട് അയക്കേണ്ടി വരും. അപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നാടൻ ഇനങ്ങളുടെ സ്റ്റെമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റുകൾ കുറച്ചുകൂടി കാലം കേടുകൂടാതെ നിൽക്കും. ഇപ്പോൾ പുതിയ ഇനങ്ങളാകുമ്പോൾ അതിന് പെട്ടെന്ന് ചീഞ്ഞു പോകാനും മഴയത്ത് ചീഞ്ഞു പോകാനൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് വാങ്ങിയിരിക്കുന്ന 10 വെറൈറ്റികൾ ഞാൻ ആൾറെഡി ഒരു 30-40 വെറൈറ്റികൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഒരു 10 വെറൈറ്റികൾ ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. ഞാൻ നഴ്സറിയിൽ നിന്നാണ് സാധാരണ വാങ്ങിക്കുന്നത്, തൊട്ടടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതല്ല പെറ്റ് സർവീസ് കാര്യങ്ങളിലൂടെ നല്ല വെറൈറ്റികളാണെങ്കിൽ ആ രീതിയിലും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ മഹാറാണി അങ്ങനത്തെ നമ്മൾ സാധാരണ ഈ നഴ്സറികളിൽ കാണുന്നതും ഇതേപോലെ വാങ്ങിച്ച് അവർ വളർത്തിയെടുക്കുന്നതാണ്. അല്ലാതെ ഇത്രയും വലിയ മഹാറാണി ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മൊന്നും നമ്മുടെ നാട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ 2-3 വർഷമായിട്ടല്ലേ ഇത്രയും വെറൈറ്റികളൊക്കെ നമുക്ക് പൊതുവായിട്ട് മാർക്കറ്റിൽ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഈ പർച്ചേസിൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അത്ര ഹാപ്പിയല്ല. എന്നാലും ഇത് പരിചരിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒരു നഴ്സറി റൺ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വളർത്തിയെടുക്കുമെന്ന് വിചാരിക്കുന്നു. ചിലത് റൂട്ട് ഉള്ളിൽ കട്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് എല്ലാം ബ്രാഞ്ച് ഗ്രൗണ്ടാണ്. ഇതൊരിക്കലും ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ഇതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഗ്രാഫ്റ്റിംഗ് അല്ല പ്ലാന്റുകളൊന്നും. അപ്പോൾ നമുക്ക് ഇതിൽ വെറൈറ്റികളുടെ കോഡുകളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഫ്ലവർ അത് തന്നെയാണോ വരുന്നതെന്ന് നമുക്ക് ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞൊരു ഫ്ലവർ എന്തെങ്കിലും വരുമ്പോഴാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി ഞാൻ പറയാം. ഇത് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ വലിയൊരു പ്ലാന്റിൽ അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുന്ന പോലെ വലിയ പോട്ടിൽ റീപോർട്ട് ചെയ്യരുത്. നമ്മളൊരു 5 ഇഞ്ച് പോട്ടിക്കാണ് ഇത് മാറ്റുന്നത്. 5 ഇഞ്ച് പോട്ടിൽ മാറ്റിയിട്ട് കുറച്ച് ഹ്യൂമിക് ആസിഡും അതുപോലെ വെള്ളവും ചേർത്തൊന്ന് നന്നായി നനച്ചിട്ട് ഫംഗിസൈഡും അപ്ലൈ ചെയ്തിട്ടുണ്ട്, സ്പ്രേ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഒരു ICU മെത്തേഡ് ചെയ്യുന്ന പോലെ ഇതുപോലെ നമ്മളൊരു കവർ ചെയ്തിട്ട് ടൈറ്റായിട്ട് കെട്ടി വയ്ക്കണം. എന്നിട്ട് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 10 പ്ലാന്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ സെല്ലർ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.